ആരവിടെ? എന്താണ് മഹാരാജ? ഈ കേശവാരം വെട്ടിമാറ്റാൻ ആരുമില്ല ഇവിടെ. ഒരു ദിവസത്തേന് രാജാവോ രാജ്ഞിയോ ആകണമെങ്കിൽ, രാജ്യം ഭരിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ രാജ്യം ഫുള്ള് ഹയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു 2011 വരെ. $70,000 പെർ നൈറ്റ് ആയിരുന്നു ചാർജ്. അങ്ങനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്ട്രീറ്റിൽ സൈനെല്ലാം കസ്റ്റമൈസ് ചെയ്യാമായിരുന്നു, ടെമ്പററി കറൻസി ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി കേട്ടോ. ഒരു കാര്യം മനസ്സിലായി, കാനായി കുഞ്ഞിരാമൻ നാട്ടിൽ മാത്രമല്ല ലിറ്റൻ സ്റ്റൈലിലും ഉണ്ടായിരുന്നു. നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഈ രാജ്യം ഏതാണെന്നല്ലേ? ഇതാണ് ലിറ്റൻ സ്റ്റൈൻ. യൂറോപ്പിലെ 4ാമത്തെ ഏറ്റവും ചെറിയ രാജ്യം. വെറും 160 കിലോമീറ്റർ സ്ക്വയർ ആണ് ഈ രാജ്യത്തിൻ്റെ വലിപ്പം. സ്വന്തമായി കറൻസിയോ ഭാഷയോ ഇല്ല. 0 ക്രൈം റേറ്റ് ഉള്ള ഒരു രാജ്യം. കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള, മണിക്കൂറുകൾ കൊണ്ട് നടന്നു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ രാജ്യം. ഈ കൺട്രി ഈ രാജ്യങ്ങളുടെ എല്ലാം ഇടയിലാണെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയനിൽ പെട്ടതല്ല, പക്ഷേ ഷെങ്കൻ രാജ്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടം വിസിറ്റ് ചെയ്യാൻ പറ്റും. ആകെ 39,000 മനുഷ്യർ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണെന്നാണ് പറയുന്നത്. നമുക്കിവിടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ അറിയാം, ആൾക്കാരെല്ലാം വളരെ നന്നായിട്ട് ചിരിച്ചു കാണിക്കുന്നു. അതുപോലെ ഭയങ്കര ക്ലീനാണ് ഇവിടെ. റോഡിലൊന്നും ഒരു ചെറിയ പൊടി പോലും ഇല്ല കാണാൻ വേണ്ടി. അതുപോലെ തന്നെ കടവില്ലാത്ത രാജ്യം. അതുപോലെ ഇവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരില്ല എന്നാണ് പറയുന്നത്. 70% ആൾക്കാർ ലിവിങ് ടുഗദറാണ് ഇവിടെ. അവർ കല്യാണത്തിന് അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ അതാണോ അവരുടെ സന്തോഷത്തിന് കാരണം എന്ന് അറിയില്ല. രാജഭരണമാണെങ്കിലും ഡെമോക്രസി ഉള്ള ഒരു രാജ്യം. 0 ക്രൈം. ഈ കൊച്ചു രാജ്യമേ, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. ഒറ്റ എയർപോർട്ട് പോലും ഇല്ലാത്ത രാജ്യം. അതേപോലെ പോർട്ടുകളില്ല. വെറും അരമണിക്കൂർ കൊണ്ട് ഈ രാജ്യം മുഴുവനും ചുറ്റിക്കറങ്ങാൻ പറ്റും. അതേപോലെ ബോർഡർ ഫോഴ്സുകളില്ല, ആർമിയില്ല. ആകെ ഉള്ളത് 150 പോലീസുകാർ. ക്രൈം ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തും ക്ലറിക്കൽ ജോബുകൾ ചെയ്തും ജീവിക്കുന്നു. ഈ ടോയ് ട്രെയിനിൽ അങ്ങ് കയറിയാൽ അരമണിക്കൂർ കൊണ്ട് രാജ്യം ചുറ്റിക്കറങ്ങി ഇങ്ങ് തിരിച്ചു വരാം. സ്ട്രീറ്റിലെ തറയിലിട്ട് വേണേലും ഭക്ഷണം കഴിക്കുക, അത്ര ക്ലീനാണ്. പക്ഷേ ഒരു ചായക്ക് പോലും 1000 രൂപയ്ക്ക് മേലെ വിലയാകും. അടുത്ത വീഡിയോയുമായിട്ട്